ഞങ്ങൾക്ക് ആരാധിക്കണം. അയ്യോ, ഞങ്ങൾക്ക് ആരാധിക്കണം. ഞങ്ങൾക്ക് ആരാധിക്കണം. ഭരണഘടനയുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കണം. ഭരണഘടനയുടെ നീതി ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ രക്തം കൊടുത്താണ് സ്വാതന്ത്ര്യം മേടിച്ചത്. അംബേദ്കർ ഞങ്ങൾക്ക് വേണ്ടി എഴുതി തന്ന ഭാരതത്തിലെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങൾക്ക് ഈ ഭാരതത്തിന് ലഭിക്കണം. അത്യാവേശക്കാർ അരങ്ങു വാഴുമ്പോൾ ദൈവത്തിന് സ്ഥാനം എവിടെ? ഞങ്ങൾ 12,000 പേര് ചർച്ച, പല സ്ഥലങ്ങളിൽ നാളുകൾ വരുന്ന ചർച്ച. ഞങ്ങൾ അഹങ്കാരമാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം. ഭാരത മാതാവേ, ഭാരത മാതാവേ, ഞങ്ങൾക്ക് ആരാധിക്കണം. ഞങ്ങൾക്ക് ആരാധിക്കണം. അയ്യോ, ഞങ്ങൾക്ക് ആരാധിക്കണം. ഞങ്ങൾക്ക് ആരാധിക്കണം. ഭരണഘടനയുടെ സ്വാതന്ത്ര്യം. ഇത് തെറ്റാണ്. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഏലോഹിം വർഷിപ്പ് സെൻറ്റർ എന്ന സ്ഥാപനം, അവിടെ ഞായറാഴ്ച ആരാധന തടയാൻ ശ്രമിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഓമല്ലൂർ പഞ്ചായത്തിൽ നടന്നുവരുന്ന ഏലോഹിം വർഷിപ്പ് സെൻറ്റർ പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന അദ്ദേഹം നടത്തുന്ന ആ സ്ഥാപനം ചെന്നീർക്കര പഞ്ചായത്തിൽ ഒരു വൃദ്ധസദനം നടത്തുന്നുണ്ട്. അവിടെ ചില അതിക്രമങ്ങൾ നടന്നു എന്ന് പറയപ്പെടുന്നു. ആ അതിക്രമത്തിൽ പങ്കാളികളായവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ടും തീരാതെ പ്രതിഷേധമെന്ന പേരിൽ ഓമല്ലൂർ പഞ്ചായത്തിലെ ഏലോഹിം വർഷിപ്പ് സെൻറ്റർ നടന്നു വന്ന അഞ്ജലി ഓഡിറ്റോറിയത്തിൽ വന്ന് ആരാധനയ്ക്കായി വന്നവരെ കയറ്റിവിടാതെ അവരെ തടഞ്ഞു. ഒടുവിൽ പോലീസ് എത്തി അവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന അവസ്ഥയുണ്ടായി. പ്രത്യക്ഷത്തിൽ നമുക്കിതൊരു പ്രതിഷേധ സമരം എന്നേ തോന്നാനിടയുള്ളൂ. എന്നാൽ ഇതങ്ങനെയല്ല. ഇതൊരു ടെസ്റ്റായിരുന്നു എന്ന് നമ്മൾ കരുതുന്നത് തെറ്റ് പറയാൻ കഴിയില്ല. കേരളത്തിൽ നമ്മൾക്ക് കണ്ടു പരിചയമില്ലാത്ത ഒരു സമരരീതി, ക്രൈസ്തവരുടെ ആരാധനാലയത്തിന് മുന്നിൽ വന്ന് തടസ്സപ്പെടുത്തുന്ന രീതി. സ്വാഭാവികമായും അതിനെ ജനം എതിർത്ത് തോൽപ്പിച്ചുവെങ്കിലും ഇവിടം കൊണ്ട് ഇത് തീരുമെന്ന് പ്രതീക്ഷയില്ല. ഇത് മറ്റ് തലങ്ങളിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ചില ശക്തികൾ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. ക്രൈസ്തവ ആരാധനാലയത്തിൽ ചെന്ന് ആരാധിക്കാനെത്തിയവരെ തടസ്സപ്പെടുത്തുന്ന വടക്കേ ഇന്ത്യൻ രീതിയാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഓമല്ലൂരിൽ കണ്ടത്. വടക്കേ ഇന്ത്യയിൽ എന്തൊക്കെ സംഭവിക്കുന്നോ ആ രീതിയിലൊക്കെ നമ്മുടെ കേരളത്തിലും അനുകരിക്കാൻ ആളുകൾ തയ്യാറാണ്. പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ച് അവർക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം നൽകി അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുവാൻ പ്രാപ്തരാക്കിയ ക്രൈസ്തവ മിഷണറിമാരെ ജയിലിലടയ്ക്കുന്ന ഒരു രീതി ഇന്നവിടെ കാണാൻ കഴിയും. മനുഷ്യരെ മൃഗങ്ങൾക്ക് തുല്യം പരിഗണിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് വടക്കേ ഇന്ത്യയിലെ പല കുഗ്രാമങ്ങളിലുമുള്ളത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി അവരെ മതം മാറ്റം നടത്തി എന്നാണ് പറയുന്നത്. മനുഷ്യനായി ജീവിക്കുവാൻ അവസരമൊരുക്കുന്നതാണ് ക്രൈസ്തവ മിഷണറിമാർ. അവൻ്റെ ആത്മാവിൻ്റെ വില മനസ്സിലാക്കുന്നവരാണ് ക്രൈസ്തവ മിഷണറിമാർ. അവരാ പ്രദേശങ്ങളിൽ ചെന്ന് സ്വന്തം ജീവിതം പോലും പരിഗണിക്കാതെ, സ്വന്തം കുടുംബത്തെപ്പോലും പരിഗണിക്കാതെ സുഖസമൃദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഒഴിവാക്കി അവർ അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തെ ലെവലേശം വിലയില്ലാതെ വെറും മതമാറ്റം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ നമുക്കെന്തു പറയാൻ? പലതും കേരളത്തിൽ നിന്ന് പഠിക്കാനാണ് വടക്കേന്ത്യയിലുള്ളവർ ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിലുള്ളവർ വടക്കേന്ത്യയിലുള്ള സംഭവിക്കുന്നത് ഇവിടെ പകർത്താൻ ആഗ്രഹിക്കുകയാണ്.
ചില നാളുകളായി കേരളത്തിലെ ക്രൈസ്തവരുടെ നിലപാടുകളിൽ, ഒരു പാർട്ടിയോടുള്ള നിലപാടുകളിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങിയതായിരുന്നു. പക്ഷേ തനി സ്വഭാവം അവർ പുറത്തു കാണിച്ചു എന്നത് ഓമല്ലൂർ സംഭവത്തോടെ ശ്രദ്ധേയമായി. ക്രൈസ്തവർ ചിന്തിക്കേണ്ട ഒരു പാഠമാണിത്. ഏലോഹിം വർഷിപ്പ് സെൻ്ററിന് മുന്നിൽ പോയി അവിടുത്തെ ആരാധന തടസ്സപ്പെടുത്തുവാൻ, ആരാധനയ്ക്ക് വന്നവരെ കയറ്റാതിരിക്കാൻ തക്ക എന്തെങ്കിലും തെറ്റവിടെ ഉണ്ടോ? തെറ്റുകാരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായും കേരളത്തിൽ ഇതൊരു പുതിയ രീതിയാണ്. ഇതിനെയും പലയിടത്തും ഇത്തരം രീതികൾ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. കരുതിയിരിക്കുക. ക്രൈസ്തവ സഭകളോടാണ് അനാഥ മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയവ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന സഭകൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ചില നാളുകളായി സഭകൾ നടത്തുന്ന അല്ലെങ്കിൽ ക്രൈസ്തവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് നെടുമങ്ങാടിന് സമീപത്തുള്ള ഒരു അനാഥശാലയിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നു. പാമ്പാടിയിൽ നിന്നും, പാറശാലയ്ക്ക് സമീപം കുഴിത്തുളയിൽ നിന്നും, പുനലൂരിൽ നിന്നും, ഇപ്പോൾ ചെന്നീർക്കരയിലെ സ്നേഹസദൻ എന്ന സ്ഥാപനത്തിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നു. സ്വന്തം ഉത്തരവാദിത്വത്തിൽ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ ശേഷിയുണ്ടെങ്കിലേ സ്ഥാപനങ്ങൾ നടത്താവൂ. ക്രൈസ്തവ സഭയ്ക്ക് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തി പരിചയമുണ്ട്. ഈ വക സ്ഥാപനങ്ങളിൽ അതിക്രമങ്ങൾ നടക്കുമ്പോൾ പേരുദോഷം കിട്ടുക എല്ലാവർക്കും കൂടിയാണ് എന്ന് അറിഞ്ഞിരുന്നാൽ നന്ന്. ഞങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയായി നോക്കുക. എല്ലാ അമ്പലത്തിലും ആളുകൾ തടയുമോ? അങ്ങനെ അമ്പലത്തിൽ തടഞ്ഞില്ലല്ലോ. രാവിലെ ഇവിടെ വന്ന ആളുകൾ അധികമായിട്ടല്ല വന്നത്. ഇവിടെ ആളുകളെ കയറാൻ പറ്റാൻ എന്തുകൊണ്ടാണ്? ബിനു വാഴമുട്ടം നേതൃത്വം നൽകുന്ന ഒരു കൂട്ടം ആളുകളെ പറ്റിച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥന വേണ്ട, ഈ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അത് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? ഈ പ്രാർത്ഥന വേണ്ടെന്ന് പറയാൻ അവകാശമുണ്ടോ? പ്രാർത്ഥന വേണ്ട എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ നടക്കുന്ന നടപടികൾ തെറ്റാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഈ സ്ഥാപനത്തിനെതിരെ ഒരു പരാതി നിയമപരമായി നിങ്ങൾ നീക്കി? നിയമപരമായി ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം മേടിച്ചാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സന്തോഷം നടത്തുന്ന ഇവിടുത്തെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത്. അതിനുശേഷം ഓമല്ലൂർ പഞ്ചായത്തിൽ തന്നെ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഇത് ഇന്ന് ഞാൻ തുടങ്ങിയതല്ല. അദ്ദേഹം കുറേ നാളുകളായി ഈ ഓമല്ലൂർ പഞ്ചായത്ത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളാണെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിന് ഞങ്ങൾ ബിനു വാഴമുട്ടം എന്ന വ്യക്തിക്കെതിരെ നിങ്ങൾ പ്രിസൈസ്ലി പോലീസിലോ എവിടെയെങ്കിലും തെളിവുകൾ സഹിതം പരാതി കൊടുത്തിട്ടുണ്ടോ തീവ്രവാദ പ്രവർത്തനത്തിന്? ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഒരു കടയിൽ ഒരു പ്രശ്നമുണ്ടായി. ആ കടയുടെ മുന്നിലല്ലേ നമ്മൾ സമരം നടത്തുന്നത്? ഇത് ആരാധനാലയമാണ്, കടയല്ല. ആരാധനാലയമല്ല, ഒരിക്കലുമല്ല. അത് തന്നെ തെറ്റാണ്. ഓഡിറ്റോറിയം എന്ന നിലയിൽ മാത്രം പഞ്ചായത്ത് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ ബോർഡ് വെച്ച് കൃത്യമായി അവിടെ ഒരു പെർമനന്റ് ആരാധനാ കേന്ദ്രം നടത്തണമെങ്കിൽ അതിന് പഞ്ചായത്തിന്റെ അനുവാദം വേണം, കളക്ടറുടെ അനുവാദം വേണം, പിന്നെ ഫയർ NOC വേണം. ഇതൊക്കെ വാങ്ങിയിട്ടാണോ ഇദ്ദേഹം ഇവിടെ ഈ പെർമനന്റ് ഓമല്ലൂർ പഞ്ചായത്ത് മുൻ ഭരണസമിതി പുതിയ ഭരണസമിതി വന്നിട്ട് 6 മാസം. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.